Hi friends, welcome to Learn Programming in Malayalam. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് C# മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. അപ്പോൾ അത് ആദ്യം എന്താണെന്ന് നോക്കാം. അതായത് മൾട്ടിപ്പിൾ മെത്തേഡ്സിന് നമുക്ക് സെയിം നെയിം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പാരാമീറ്റേഴ്സിൻ്റെ ടൈപ്പൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കണം എന്നതാണ് അതിൻ്റെ ഒരു റൂള്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാം കുറച്ചും കൂടി ക്ലീൻ ആയിരിക്കും, പ്രോഗ്രാം വായിക്കാൻ കുറച്ചും കൂടി ക്ലീൻ ആയിരിക്കും. അതാണ് അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിവിടെ ഒരു സമ്മ് എടുക്കാനുള്ള ഒരു മെത്തേഡ് ഇവിടെ എഴുതുവാണ്, ആഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ രണ്ട് ഇൻപുട്ട്സ് എന്ന് പറയുന്നത് ഇൻറ്റീജർ ടൈപ്പ് വേരിയബിൾസ് രണ്ടെണ്ണമാണ്. അപ്പോൾ അത് റിട്ടേൺ ചെയ്യുന്നതും ഒരു ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇൻറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ കൺസോളിൽ ഇത് കോൾ ചെയ്ത് നോക്കുകയാണ്. ഈ ഒരു കോഡ് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സമ്മ് ഇവിടെ കിട്ടുന്നതാണ്. 3 + 5 8 എന്ന് പറയുന്ന വാല്യൂ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു സെയിം ഫംഗ്ഷൻ തന്നെ വീണ്ടും ഇതുപോലെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. ഇപ്പോൾ ഇതിൻ്റെ ഒരു റിട്ടേൺ ടൈപ്പ് നമ്മൾ x+y പകരം റിട്ടേൺ ഡാറ്റ ഇവിടെ വേറെ എന്തെങ്കിലും ഒരു നമ്പർ കൊടുത്താൽ പോലും ഈ ഒരു കോഡ് വർക്കാവില്ല. കാരണം ഇതിൻ്റെ സിഗ്നേച്ചർ, മെത്തേഡ് സിഗ്നേച്ചർ എന്ന് പറയുന്നത് റിട്ടേൺ ടൈപ്പ് ഇൻറ്റീജറും അത് ആക്സെപ്റ്റ് ചെയ്യുന്ന പാരാമീറ്റേഴ്സിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റീജേഴ്സ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഡ്യൂപ്ലിക്കേഷൻ വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരിക്കലും കമ്പൈൽ ആവുകയോ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ആവുകയോ ചെയ്യുന്നതല്ല. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ അപ്പോൾ നമുക്ക് ഈ ഒരു നെയിം യൂസ് ചെയ്യണം. പക്ഷേ ഈ നെയിമിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ഡെഫിനിഷനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ മറ്റൊരു ഡാറ്റ ടൈപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡബിൾ എന്ന് പറയുന്നത് പോയിൻ്റ് നമ്പേഴ്സ് വരുന്ന ഡാറ്റ ടൈപ്പാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ്റെ നെയിം സെയിം ആണെങ്കിൽ പോലും ഇതിൻ്റെ ഈ ഒരു ആക്സെപ്റ്റ് ചെയ്യുന്ന ഇൻപുട്ട് പാരാമീറ്റേഴ്സിൻ്റെ ഡാറ്റ ടൈപ്പ് രണ്ടിലും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ ഇപ്പോൾ നമുക്ക് സെയിം നെയിം ആയാലും C# അത് അലൗ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനെയാണ് ശരിക്കും പറഞ്ഞാൽ മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ, സെക്കൻഡ് ഫംഗ്ഷൻ നമുക്ക് കോൾ ചെയ്യണമെങ്കിൽ നമ്മളതിൽ കൊടുക്കുന്ന ഇൻപുട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് ഡാറ്റ ടൈപ്പ് നമ്മളിവിടെ മാറ്റി കൊടുത്താൽ മാത്രം മതി. അത് ഓട്ടോമാറ്റിക്കലി കോൾ ആവുന്നത് സെക്കൻഡ് ഫംഗ്ഷനായിരിക്കും. അപ്പോൾ ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ 3.4ഉം 5.6ഉം ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ആഡ് ചെയ്തപ്പോഴുള്ള സമ്മ ഇവിടെ നമുക്ക് 9 വന്നിരിക്കുന്നു. നമുക്കിവിടെ വേണമെങ്കിൽ ഈ വാല്യൂ ഒന്ന് മാറ്റി നോക്കാം. ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു പോയിൻ്റ് നമ്പർ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആദ്യത്തേത് വന്നിരിക്കുന്നത് ഒരു ഇൻറ്റീജർ വാല്യൂ തന്നെയാണ്. അപ്പോൾ ഇതിൽ രണ്ട് ഫംഗ്ഷൻ മെത്തേഡ് കോളിലും കോളായിരിക്കുന്നത് ആക്ച്വലി രണ്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സാണ്. അപ്പോൾ ഇതിലെ ഡാറ്റ ടൈപ്പിൻ്റെ ഡിഫറൻസ് കൊണ്ട് ഈ ഒരു സെയിം നെയിം ഉള്ള മെത്തേഡിനെ നമ്മൾ രണ്ടായിട്ട് ഡിഫൈൻ ചെയ്യുന്നു. ഈ ഒരു ഫീച്ചറിനെയാണ് മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൂടാതെ മെത്തേഡ് ഓവർലോഡിങ് നമുക്ക് ഈ ഒരു ഡാറ്റ ടൈപ്പിൻ്റെ ഒരു കാര്യം വെച്ചിട്ട് മാത്രമല്ല അല്ലാതെയും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ ഞാനിവിടെ ഒരു ആഡ് ഫംഗ്ഷൻ വീണ്ടും ഇവിടെ ആഡ് ചെയ്യാണ്. പക്ഷേ അതിനകത്ത് ഞാനൊരു മൂന്നാമതൊരു ഇൻപുട്ട് അല്ലെങ്കിൽ മൂന്നാമതൊരു പാരാമീറ്റർ കൂടി കൊടുക്കുന്നു. അപ്പോൾ ഇതും ആക്ച്വലി മെത്തേഡ് ഓവർലോഡിങ് തന്നെയാണ്. അപ്പോൾ ഇതിലും മൂന്നിലും നമ്മുടെ മെത്തേഡിൻ്റെ നെയിം സെയിം ആണ്. അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതിൽ നമുക്ക് മൂന്നാമത്തെ ഫംഗ്ഷനെയും കോൾ ചെയ്ത് നോക്കാവുന്നതാണ്.
അപ്പോൾ അതിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന 3 ഇൻപുട്ട്സ്, അതായത് ഇൻറ്റ് എക്സ് വൈ ഇസഡ്, ഈ 3 ഇൻപുട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആഡ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് ഈ ഒരു ഫംഗ്ഷൻ കോളിൽ നിന്നായിരിക്കും. ഇത് നമുക്ക് സേവ് ചെയ്തിട്ട് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇത് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഔട്ട്പുട്ട് 14 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആക്ച്വലി ബേസിക്കലി മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഒരു മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ കോഡിൻ്റെ റീഡബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനൊരു ഫീച്ചർ നമുക്ക് C# ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഫംഗ്ഷൻ്റെ പേരുകൾ കൊടുക്കുമ്പോൾ ഇവിടെ ചിലപ്പോൾ ആഡ് ഡബിൾ അല്ലെങ്കിൽ ഇവിടെ ആഡ് 3 നമ്പേഴ്സ് ഇങ്ങനെയൊക്കെ പേര് കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ അഡീഷൻ തന്നെയാണെങ്കിലും ഈ ഒരു സെയിം നെയിം നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ നെയിംസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് വലിയ ലാർജ് പ്രോഗ്രാംസിൽ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു പേര് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് നെയിമിങ് വളരെ ഒരു നീറ്റായിട്ടായിരിക്കില്ല അത് ഫൈനലി വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ അപ്പോൾ നെയിം നമ്മൾ ഓരോന്നിലും ഡിഫറെൻ്റായിട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ആവുന്നതാണ്. അപ്പോൾ ഇത് C# മാത്രമല്ല ജാവയിലൊക്കെ ഉള്ള ഒരു ഫീച്ചറാണിത്. ഈ ഒരു കൺസെപ്റ്റ് എല്ലാവരും അറിഞ്ഞിരിക്കുക. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.